സ്വാഭാവികമായി തന്നെ സമീപിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കാതെ തൻ്റെ പ്രാരബ്ധമാണെന്ന് കരുതി കടമയായി അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് വിചാരിക്കാതെ ഞാൻ ചെയ്യേണ്ടതായതുകൊണ്ടാണ് ഈ കർമ്മം എൻ്റെ അടുത്ത് വന്നത്. ചില കർമ്മങ്ങൾ നമ്മുടെ ഇഷ്ടമില്ലാതെ തന്നെ നമ്മെ തേടി വരും, അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും. ആ കർമ്മങ്ങൾ പ്രാരബ്ധ കർമ്മങ്ങളാണ് എന്ന് സമാധാനിക്കുക. അതിൽ നിന്ന് ഒഴിവാകാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു കർമ്മത്തിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം വിട്ടുനിൽക്കാൻ ശ്രമിച്ചാൽ അത് എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ആ കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതായി വരും. ഈ പ്രാരബ്ധത്തിൽ നിന്ന് ജ്ഞാനിക്ക് പോലും രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ അദ്ദേഹം താൻ ശരീരമാണ് താൻ എന്ന് കരുതാത്തത് കൊണ്ട് ശരീരം എങ്ങനെ ചലിച്ചാലും അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. നമുക്കൊക്കെ നമ്മുടെ ശരീരചലനങ്ങളിൽ മമതയുണ്ട്, ഞാനാണ് ചെയ്യുന്നത് എന്ന വിചാരമുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ സന്തോഷ സന്താപങ്ങൾ ഉണ്ടാകുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ ശരീരം മായയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം മാത്രമാണ്. ഞാനൊരു കരുവാണ് ഈശ്വരൻ്റെ ഹസ്തങ്ങളിൽ. എങ്ങനെ വിചാരിച്ചാലും വേണ്ടില്ല, മായയുടെ കയ്യിലെ കളിപ്പാട്ടമെന്നോ ഈശ്വരൻ്റെ കയ്യിലെ ഒരു കരുവാണ് ഞാനെന്നോ എന്നെ വെച്ച് ഈ പ്രപഞ്ച നാടകം കളിക്കുന്നവൻ ഭഗവാനാണ്, ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ പതുക്കെ പതുക്കെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് ആന്തരികമായ ഒരു അകൽച്ച നമുക്ക് പാലിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയ സ്ഥലം. വ്യവഹാരം യഥാപ്രാപ്തം ലോകസാമാന്യമാചരൻ ചരാചരാണാം ഭൂതാനാം ഉപര്യേവാവതിഷ്ഠത്തെ. തന്നെ സമീപിക്കുന്ന വ്യവഹാരങ്ങളിൽ, കർമ്മങ്ങളിൽ, ഈ ലോകത്ത് ഒരു ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു സദാചാരി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അദ്ദേഹം കർമ്മങ്ങളിൽ വ്യാപരിക്കും. പക്ഷേ അദ്ദേഹം ചരാചരാണാം ഭൂതാനാം ഉപര്യേവാവതിഷ്ഠതെ. അദ്ദേഹം കർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അജ്ഞാനികളെപ്പോലെ അജ്ഞാനികളിൽ ഒരുവനാണ് എന്ന് വിചാരിക്കരുത്. സകല ചരാചരങ്ങളുടെയും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അദ്ദേഹം പ്രപഞ്ചാതീതനായി വർത്തിക്കുന്നു. ഇനി എന്ത് പറയുന്നു എന്ന് നോക്കാം. പ്രജ്ഞാപ്രാസാദമാരൂഢസ്ത്വശോച്യ ശോചത്തെ ജനാൻ ഭൂമിഷ്ഠാനിവ ശൈലസ്ഥഃ സർവാൻ പ്രജ്ഞോനുപശ്യതി. പ്രാജ്ഞഃ അനുപശ്യതി എന്ന് വായിച്ചാലും ശരിയാണ്. പ്രജ്ഞഃ തെറ്റല്ല, പ്രജ്ഞഃ പ്രാജ്ഞഃ. അറിവുള്ളവൻ, ബുദ്ധിശാലി, ജ്ഞാനി, പണ്ഡിതൻ, ഇതിനെല്ലാം ഒരേ അർത്ഥമാണ്. പ്രജ്ഞാപ്രാസാദമാരൂഢ. പ്രസാദം, പ്രാസാദം, ഇങ്ങനെ രണ്ട് വാക്കുണ്ട്. പ്രസാദം അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതാണ്, നെറ്റിയിൽ തൊടുന്നതാണ് പ്രസാദം. അത് ചന്ദനമോ അല്ലെങ്കിൽ ഭക്ഷിക്കാനുള്ള ഏതെങ്കിലും വസ്തുവോ എല്ലാം പ്രസാദമാണ്. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അപ്പോൾ പുരുഷോത്തമൻ്റെ കാര്യം പറഞ്ഞു, പ്രഭാകരൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അതല്ല, പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ശ്രേഷ്ഠൻ. പ്രസാദം വദനത്തിങ്കൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ കുറിതൊട്ട വ്യക്തി എന്നല്ല അർത്ഥം. പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്നത എന്നാണ് അർത്ഥം. പ്രസന്നത, എപ്പോഴും മുഖം പ്രസന്നമായിരിക്കണം. വദനത്തിൽ പ്രസാദഭാവം ഉണ്ടാവണം. പ്രസാദം വദനത്തിങ്കൽ. കാരുണ്യം ദർശനത്തിലും അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ തന്നെ കാരുണ്യഭാവം ഉണ്ടാവണം. ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പേടി തോന്നരുത്. നമ്മെ കണ്ട ആളുകൾ ഓടി അകലരുത്. ഒരു ജീവിയും തൻ്റെ അടുത്ത് വരരുത്. കാരണം ആ മനസ്സിൻ്റെ സ്വഭാവം ഈ മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് നമ്മൾ പറയാറില്ലേ. ഉള്ളിൽ ക്രൂരത ഉണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകടമാകും. അത് മനുഷ്യരെക്കാളും മറ്റ് ജീവികൾ പെട്ടെന്ന് സെൻസ് ചെയ്യും, മനസ്സിലാക്കും. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഈ ജീവികൾ അത്ര പെട്ടെന്ന് അടുക്കാറില്ല. ചില വ്യക്തികളോട് അടുപ്പം കാണിക്കും.
അത് ആ വ്യക്തിയുടെ മനസ്സ് അവർക്ക് കുറേയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാരുണ്യം ദർശനത്തിലും നമ്മുടെ നോട്ടത്തിൽ തന്നെ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ ഉണ്ടാവണം. വാക്കിലോ മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. വാക്കുകൾ മധുരങ്ങളായിരിക്കണം. കഠിനമായ വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖം ജനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെയുള്ള ആളാണ് പുരുഷോത്തമൻ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്ന് തന്നെയാണ് അർത്ഥം, മനുഷ്യരിൽ ശ്രേഷ്ഠൻ. ഇവിടെ പ്രജ്ഞാപ്രാസാദമാരൂഢ, പ്രാസാദം മാളിക എന്നാണ് അർത്ഥം. പ്രജ്ഞയാകുന്ന മാളികയുടെ മുകളിൽ കയറിയിരിക്കുന്നവൻ, ബുദ്ധിയുടെ ഉന്നത ശൃംഗത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സൂക്ഷ്മ ബുദ്ധിയുള്ളവൻ എന്നർത്ഥം. ആ പ്രജ്ഞയാകുന്ന മാളികയുടെ മുകളിൽ കയറി ഇരിക്കുന്ന വ്യക്തി ഒരിക്കലും പ്രാപഞ്ചിക ദുഃഖങ്ങളാൽ ബാധിക്കപ്പെടില്ല. അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർക്ക് ഒരു സഹതാപം തോന്നുകയില്ല. നമുക്ക് പലരെയും കാണുമ്പോൾ അവരോട് കാരുണ്യമോ സഹതാപമോ ഒക്കെയാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ വേണം, കാരുണ്യവും അനുകമ്പയും ഒക്കെ ഉണ്ടാവണം. പക്ഷേ നമ്മെ നോക്കി മറ്റുള്ളവർ സഹതപിക്കരുത്. അയ്യോ പാവം, കഷ്ടം, ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, അങ്ങനെ ഒരു ശോച്യാവസ്ഥ നമുക്കുണ്ടാകരുത്. മറ്റുള്ളവരുടെ ശോച്യാവസ്ഥ കണ്ട് നമ്മുടെ മനസ്സലിയണം. പക്ഷെ നമ്മൾ അനുകമ്പാർഹരായി മാറരുത്. കൃപണന്മാർ എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. കൃപണത്വം ഒരിക്കലും നല്ല സ്വഭാവമല്ല. പക്ഷേ കൃപണന്മാർ ധാരാളം ഈ ലോകത്തുണ്ടാവും. അവരോട് നമുക്ക് കാരുണ്യം തോന്നുകയും വേണം. അശോച്യനാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഒരു ജ്ഞാനിയുടെ അവസ്ഥ കണ്ട് അവർക്ക് സഹതാപമോ കരുണയോ അനുകമ്പയോ ഒന്നും തോന്നുകയില്ല. അദ്ദേഹത്തോട് അസൂയയാണ് ലോകർക്ക് തോന്നുന്നത്. ഷടാ, ഇവനെപ്പോലെ നമുക്കാവാൻ കഴിയുന്നില്ലല്ലോ. എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു മാനസികാവസ്ഥ. ഇതെങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഇങ്ങനെ? മറ്റുള്ളവർക്ക് നമ്മോട് അസൂയ തോന്നണം. അവർ നമ്മെ മാതൃകയായി അംഗീകരിക്കണം. നമ്മെപ്പോലെ ജീവിക്കാൻ അവർക്ക് ഒരു പ്രചോദനം ഉണ്ടാവണം. അതാണ് ജ്ഞാനികളുടെ മഹത്വം. അശോച്യനാണ്, മറ്റുള്ളവരുടെ അനുകമ്പ അല്ലെങ്കിൽ ദയവ് അർഹിക്കാത്തവനാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനന്ദത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ കാരുണ്യം അനുകമ്പ എന്തിന്? ദുഃഖിക്കുന്നവനോടാണല്ലോ മറ്റുള്ളവർ അനുകമ്പയും സഹതാപവും ഒക്കെ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരു തരത്തിലുള്ള ബാധയും ഇല്ലാത്തത് കൊണ്ട് അശോച്യനാണ്. എന്നാൽ ശോചതേ ജനാൻ, അജ്ഞാനികളോട് അത്യന്തം കാരുണ്യമുള്ളവരായിരിക്കും ഈ ജ്ഞാനികൾ. കാരണം ഈ ലോകത്ത് പിടയുന്നത് അജ്ഞാനികളാണ്. അവരാണ് എപ്പോഴും പല പ്രശ്നങ്ങളുടെയും നടുക്ക് കിടന്ന് വട്ടം തിരിയുന്നത്. പലതരം പ്രശ്നങ്ങൾ, ആരുടെ മുഖത്തും ഒരു പ്രസന്നതയില്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവരോട് ജ്ഞാനികൾക്ക് കാരുണ്യമാണ് തോന്നുന്നത്. അവർക്ക് അജ്ഞാനികളോട് ദയവും അനുകമ്പയുമാണ് വാസ്തവത്തിലുള്ളത്. അവരുടെ നില കണ്ട് ജ്ഞാനി ഉള്ളിൽ ദുഃഖിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കഷ്ടം, ദുഃഖിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ടെൻഷൻ അടിക്കാനോ ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഉള്ള ഒന്നും സംഭവിക്കുന്നില്ല. ഭ്രമത്തെ സത്യമെന്ന് കരുതി ജീവിക്കുന്നു. അപ്പം അവരുടെ നില കാണുമ്പോൾ അവർക്ക് ഒരു തരത്തിൽ അനുകമ്പ മാത്രമാണ് തോന്നുന്നത്. ഭൂമിഷ്ഠാനിവ ശൈലസ്ഥ, അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് താഴ്വരയിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കും അയാളുടെ കാഴ്ചപ്പാട്? ഒരു ഉയരമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ മറ്റുള്ളവരൊക്കെ വളരെ താഴെ, ഞാൻ വളരെ ഉന്നതമായ ഒരു സ്ഥലത്ത് നിന്ന് അവരെ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മലയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നത്.
പൂർണ്ണമായ ഒരു വീക്ഷണം സാധ്യമാകുന്നത് പൊക്കമുള്ള സ്ഥലത്തിൽ കയറി നോക്കുമ്പോഴാണ്. ഫ്ലൈറ്റിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തെ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലൈറ്റിൽ കയറി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരു 2-3 റൗണ്ട് അടിക്കുമല്ലോ. റൗണ്ട് അടിച്ച് അതൊന്ന് ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ MG റോഡുണ്ടല്ലോ, ഒരു നേർത്ത വര പോലെ കാണും. ഒരു നേർത്ത വര. അവിടെ റോഡിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് അത്യന്തം നിസ്സാരം. ഇതുപോലെ ജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രപഞ്ച വീക്ഷണം മലമുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുടേതുപോലെയാണ്. സർവാൻ പ്രജ്ഞഃ അനുപശ്യതി. എല്ലാം അദ്ദേഹം കാണുന്നു. പക്ഷേ ഞാൻ ഇവയ്ക്കൊക്കെ ഉപരിയാണ്, ഞാൻ മുകളിലാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ ബാധിക്കപ്പെടുന്നില്ല. എൻ്റെ സ്ഥാനം അങ്ങ് ഉയരെയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് ഉയർന്ന് ഉപരിയായി നമുക്ക് ജ്ഞാനനിഷ്ഠയിൽ സ്ഥിതി ചെയ്യാൻ പറ്റും. ചിരം കല്ലോല വലിതഃ സുമനാ ജലധൗ ഭ്രമേ പരംപാരമുപാഗത്യ പരാം വിശ്രാന്തിമേതി സഹ. പരംപാരമുപാഗത്യ പരാം വിശ്രാന്തിമേതി സഹ. ഒരു ജ്ഞാനി സംസാരസാഗരത്തിൻ്റെ മറുകരയിലെത്തിയവനാണ്. നമ്മളൊക്കെ വെള്ളത്തിൽ വീണ് കിടക്കുന്നവരാണ്, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവരാണ് പൊതുവേ ഈ അജ്ഞാനികൾ. എന്നാൽ ജ്ഞാനികൾ മറുതീരം അണഞ്ഞവരാണ്. അക്കരെ നീന്തി ഈ കടലിൻ്റെ അക്കരെ എത്തിച്ചേർന്നവരാണ്. എന്ന് പറഞ്ഞാൽ സംസാരസാഗരത്തിൻ്റെ മറുകര ബ്രഹ്മം എന്നർത്ഥം. തമസ്സിൻ്റെ അങ്ങേപ്പുറം, ഇരുട്ടിൻ്റെ അപ്പുറം എന്നൊക്കെയാണ് പറയുന്നത്. വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു പാരേ. തമസ്സിൻ്റെ സമുദ്രത്തിനക്കരെയുള്ള ജ്യോതിസ്വരൂപനായ ഈ ഭഗവാനെ, പരമാത്മാവിനെ ഞാൻ വ്യക്തമായി കാണുന്നു എന്നാണ് ഉപനിഷത്തിലെ ഋഷി പറയുന്നത്. തമസ്സിൻ്റെ അപ്പുറം, തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനത്തിൻ്റെ അങ്ങേത്തലയ്ക്കലുള്ള ജ്ഞാന സമുദ്രമായി നിലകൊള്ളുന്ന ഈ ചൈതന്യ സ്വരൂപനെ ഞാൻ വ്യക്തമായി അറിയുന്നു. എന്തിനാ ഋഷി അങ്ങനെ പറയുന്നത്? നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാത്തവരാണ്. അപ്പോൾ ഇത് പറയാതിരുന്നാലോ, ഇതൊക്കെ വെറും കെട്ടുകഥയാണെന്ന്, ഇതൊന്നും മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി ഋഷി പറയാണ്, കുഞ്ഞെ, ഞാൻ വ്യക്തമായി കാണുന്നു ഈ ആത്മതത്വത്തെ, ഈശ്വര സ്വരൂപത്തെ. അത് തമസ്സിനപ്പുറമാണ്, അജ്ഞാനത്തിൻ്റെ അക്കരെയാണ് ഈ പരമാത്മതത്വം. ഈ ജ്ഞാനിയും പല ജന്മങ്ങൾ കടന്നു വന്നയാളാണ്. ചിരം കല്ലോലവലിതഃ. ഈ സംസാര സാഗരത്തിലെ പലതരത്തിലുള്ള തിരകളിലും പെട്ട് ആടി ഉലഞ്ഞ് അവസാനമാണ് അദ്ദേഹം ഈ സാഗരത്തിൻ്റെ മറുകരയിലെത്തിയത്. സുമനാഹ, തെളിഞ്ഞ മനസ്സുള്ളവൻ, നിർമ്മല ഹൃദയൻ. ജലധൗ ഭ്രമേ. ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ വെള്ളമോ പാമ്പുകളോ മുതലകളോ തിരമാലകളോ ഒന്നുമില്ല. വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഈ സംസാരം എന്ന് പറയുന്നത് വെറും ഭ്രമമാണ്. പക്ഷേ സത്യമെന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം കാരണമായി സംസാരമാകുന്ന സാഗരം ഒരു ഭ്രമമാണ്. അത് വാസ്തവമല്ല. ശരിക്കങ്ങനെ ഒന്നുമില്ല. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ജഗതീശ്വരൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഉൾക്കണ്ണ്, ജ്ഞാനക്കണ്ണ് അടഞ്ഞു കിടക്കുകയാണ്. ഈ സംസാര സാഗരം എന്ന പേരോടുകൂടിയ ഭ്രമത്തിൽ പല കാലം, പല ജന്മങ്ങൾ തിരമാലകളിൽപ്പെട്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിച്ച് ഇപ്പോഴിതാ ആ സാഗരത്തെ
താണ്ടിക്കടന്നിരിക്കുന്നു. പരമ്പാരമുപാഗത്യ പരാം വിശ്രാന്തിമേതി സഹ. ഈ സംസാര സാഗരത്തിൻ്റെ അക്കരയിലെത്തി അദ്ദേഹം പരമമായ വിശ്രമത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, ഒന്നും അദ്ദേഹത്തെ ബാധിക്കുകയുമില്ല. അദ്ദേഹം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. ഞാൻ ഈശ്വരനാണ്, പരമാത്മാവാണ്. ആ പരമാത്മാവല്ലാതെ അണുപോലും ഇവിടെ രണ്ടാമത് വേറൊന്നുമില്ല എന്നുള്ള അറിവിലൂടെ അദ്ദേഹം സംസാരത്തെ തരണം ചെയ്ത് വിശ്രമിക്കുന്നു. തദൈവ അസൗ ചിരപ്രവൃത്ത രാഗാദി വിക്ഷേപ ദുഃഖേഭ്യോ മുക്തഃ സമ്യക് വിശ്രാമ്യതി ഇത്യാഹ. രാഗദ്വേഷങ്ങളാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത്. നമുക്ക് സദാ ദുഃഖവും അസ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നത് മനസ്സിൻ്റെ വിക്ഷേപങ്ങളോ അല്ലെങ്കിൽ വിക്ഷോഭങ്ങളോ ആണ്. മനസ്സ് ക്ഷോഭിക്കുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ഡംഭം, ദർപ്പം, ഇങ്ങനെയുള്ള 10 ദുർഗുണങ്ങൾ എല്ലാം രജസ്സിൻ്റെയും തമസ്സിൻ്റെയും പ്രവർത്തനങ്ങളാണ്. ഈ ദുഃഖങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ചലനം തന്നെയാണ് ദുഃഖം, അല്ലാതെ പുറത്ത് ഒരു ദുഃഖവുമില്ല. പുറമേയുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സ് ക്ഷോഭിക്കുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് പുറം വിഷയങ്ങളാണ് നമുക്ക് ദുഃഖം തരുന്നത് എന്ന് അജ്ഞാനികൾ കരുതുന്നു. അവരുടെ ഉള്ളിൽ തന്നെയുള്ള മനസ്സാണ് അവരെ ദുഃഖിപ്പിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്നില്ല. വസ്തുക്കളും സംഭവങ്ങളും പുറം ലോകത്തിലാണ്, സുഖവും ദുഃഖവും ഉൾത്തലത്തിലാണ്. ഇതെന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല? പുറമേയുള്ള സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുള്ള മനസ്സിനെ എന്തിനെ ക്ഷോഭിപ്പിക്കുന്നു? പുറമേയുള്ള ഒരു സംഭവമോ വസ്തുവോ എനിക്ക് എങ്ങനെ സുഖം നൽകാൻ കഴിയും? ഈ വസ്തുക്കളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ലല്ലോ. നമ്മൾ കാണുകയോ കേൾക്കുകയോ തൊടുകയോ മണക്കുകയോ ചെയ്യുന്ന ഒന്നും തന്നെ നമ്മുടെ മനസ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇവ നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നു. ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ ആ സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനസ്സാണ്. ആ മനസ്സ് തന്നെയാണ് ബന്ധത്തെ ഉണ്ടാക്കുന്നതും മോക്ഷത്തെ പ്രാപിക്കാൻ സഹായിക്കുന്നതും. അപ്പം മനസ്സിനെ കാലക്രമത്തിൽ പാകപ്പെടുത്തിയെടുക്കണം. ചിത്തവൃത്തികളെ കുറച്ചായി നിരോധിക്കണം. തത്വബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിനെ മെരുക്കിയെടുക്കണം. അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആ ജോലി എൻ്റെ ഗുരുനാഥനെ ഏൽപ്പിക്കാൻ പറ്റില്ല, എൻ്റെ ഇഷ്ട ദൈവത്തെയും ഏൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. എൻ്റെ പൊന്നർജുന, ഒക്കെ കൃഷ്ണനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് നീ മിണ്ടാതിരിക്കരുത്. നീ നിന്നെ തന്നെ ഉദ്ധരിക്കണം. അവിടെ ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടാവും. നമ്മളൊരു വണ്ടി വലിക്കുമ്പോൾ പുറകെ ഇരുന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് തള്ളിത്തരും. ചെറിയ ഒരു ഉന്തൽ ഈശ്വരൻ്റെ ഭാഗത്ത്. പക്ഷെ വണ്ടി വലിക്കേണ്ടത് നമ്മളാണ്. ഞാൻ ചെയ്യേണ്ടത് പുരുഷ പ്രയത്നത്തിലൂടെ ഓരോ വ്യക്തിയും തത്വവിചാരത്തെ ആശ്രയിച്ച് മോക്ഷത്തിനായി ശ്രമിക്കണം. ഭഗവാൻ പുറകെ നിന്ന് ഉണ്ടാവും. അദ്ദേഹം ഒരു കൈത്താങ്ങായി ഉണ്ടാവും. പക്ഷേ പ്രധാനമായിട്ട് ഞാൻ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. ഓരോ വ്യക്തിയും സ്വയം ഉദ്ധരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തന്നെ തരം താഴ്ത്തരുത്. ഒരിക്കലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെക്കൊണ്ട് ഒന്നും പറ്റത്തില്ല, ഞാൻ മനുഷ്യരിൽ വെച്ച് അധമനാണ്, നീചനാണ്, കൊള്ളരുതാത്തവനാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ കൊള്ളരുതാത്തവരുടെ ഉള്ളിൽ പോലും ഉണ്ടാവരുത്. അത് അവനെ കൂടുതൽ ക്ഷീണിപ്പിക്കും. ഞാൻ കൊള്ളരുതാത്തവനാണ് എന്നുള്ള കാര്യം കൊള്ളരുതാത്തവർ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് അതോർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. തന്നെ കൊള്ളരുതാത്ത നിലയിൽ നിന്നും കൊള്ളാവുന്ന ഒരു നിലയിലേക്ക് സ്വയം ഉയർത്തണം.
അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗുരു ഈ സത്യം ഉപദേശിച്ചു തരും. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സഹായം എപ്പോഴും ഉണ്ട്. നമ്മൾ പ്രത്യേകം ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നത്. ഭക്ഷണം കിട്ടുന്നത് മാത്രമല്ല, കഴിച്ച ഭക്ഷണം ദഹിക്കുന്നു. വയറിളക്കമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. നമുക്ക് തിന്നാൻ മാത്രമേ പറ്റൂ, ദഹിപ്പിക്കാൻ നമ്മെക്കൊണ്ട് പറ്റില്ല. ദഹിപ്പിക്കുന്നത് ഉള്ളിലുള്ള ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. കിടന്ന ഉറക്കം വരുന്നുണ്ടല്ലോ. രാത്രി ഉറക്കം വരാത്തവർ എത്ര പേരുണ്ട്? ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? നമുക്കിവിടെ അടുത്തുണ്ട് RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അവിടെ ചെന്ന് നോക്കൂ, മനുഷ്യർ ഉറങ്ങാൻ പോലും പറ്റാതെ പിടയുകയാണ്. വാസ്തവത്തിൽ നരകമെന്നുള്ളത് നമ്മൾ വേറെ മരിച്ചു പോയതിന് ശേഷം ചെന്നെത്തേണ്ടതല്ല കാര്യമല്ല. ഏതെങ്കിലും ആശുപത്രിയിൽ, വിശേഷിച്ച് ഈ RCCയിൽ ചെന്ന് നോക്കണം. നിങ്ങൾ തനിയെ വേദാന്തികളായി മാറും. നിങ്ങൾ ഈ വേദാന്തമോ യോഗവാസിഷ്ടമോ ഒന്നും കേൾക്കാതെ തന്നെ നല്ല ചുണക്കുട്ടന്മാരായി മാറും, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ആശുപത്രി സന്ദർശിക്കാറില്ല. ഞാൻ പറയുന്നത്, അമ്പലത്തിൽ പോകുന്നതിന് വരെ ആശുപത്രിയിൽ ചെന്ന് കാണൂ. ഈ പ്രപഞ്ചം എന്താണ്, മനുഷ്യ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഈശ്വരനാമങ്ങളും ഒക്കെയാണ്. ഈ മനുഷ്യർ എന്തൊക്കെ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്, അത് ഈ ആശുപത്രികളിൽ ചെന്ന് നോക്കിയാലേ നമുക്കറിയാൻ പറ്റൂ. പക്ഷേ നമ്മൾ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ മാത്രം ചെന്ന് കാണാൻ പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ചെന്ന് കിടക്കും. നമ്മളെ കാണാൻ മറ്റുള്ളവർ വരും. വയസ്സുകാലത്ത് ആരെങ്കിലും നോക്കാൻ വേണ്ടേ? ഇതാണ് സാധാരണ ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗാണ്. വയസ്സുകാലത്ത് ആരെങ്കിലും നോക്കാൻ വേണ്ടേ? നിങ്ങളിങ്ങനെ കല്യാണമൊന്നും കഴിക്കാതെ, ഭാര്യയില്ല, കുട്ടികളുമില്ല, നിങ്ങളുടെ വയസ്സുകാലത്തിൽ നിങ്ങൾക്ക് ആരുണ്ടാവും? അല്പം വെള്ളം തരാൻ, കുറച്ച് ചൂടുവെള്ളം തരാൻ ആരെങ്കിലും വേണ്ടേ? അതിനെന്ത് വേണം? അതിന് വിവാഹം കഴിക്കണം. ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലേ? അല്ല, ഇപ്പോഴല്ല, വയസ്സുകാലത്ത് അല്പം വെള്ളം അനത്തിത്തരാൻ ഭാര്യ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഒക്കെ നല്ലത് തന്നെ. എത്രയോ ഭർത്താക്കന്മാർക്ക് അവരുടെ വയസ്സുകാലത്തിൽ ഭാര്യമാർ വെള്ളം ചൂടാക്കി കൊടുക്കുന്നുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യ മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ ആര് വെള്ളം അനത്തിത്തരും? അല്ല, ആരെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടേ? നോക്കാൻ ധാരാളം ആളുകളുണ്ടാവും. നമ്മൾ ബോധം കെട്ട് റോഡിൽ വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ അവശ നിലയിൽ കിടക്കുകയാണെങ്കിലോ നമ്മളെ നോക്കാൻ ധാരാളം ആൾക്കാർ വരും. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളെ നോക്കാൻ ആൾ വേണ്ടതെന്ന് പറയുന്നത്. അതിഷ്ടം പോലെ വരും. നമുക്ക് കുറേ സുഹൃത്ത്, ഇപ്പം ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്നെ കാണാൻ വരത്തില്ല. വരുമെന്നാണ് എൻ്റെ വിശ്വാസം, കേട്ടോ. അല്ല, ഒരിക്കലും സ്ട്രോക്ക് വന്ന് PRSൽ കിടന്നപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സത്സംഗത്തിന് വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒക്കെ ആരെങ്കിലും ഒക്കെ വരുമെന്നേ. നമുക്ക് അവസാന കാലത്ത് വെള്ളം തരാൻ ആരെങ്കിലും ഒക്കെ വരും. അതിന് നമ്മുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ വേണമെന്നില്ല. നമ്മുടെ പ്രാരബ്ധം ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഭഗവത്ഗീതയിൽ ഒരു വാഗ്ദാനം തരുന്നുണ്ട്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുകയില്ല എൻ്റെ അർജുന എന്ന്. ഇതിൽ കൂടുതൽ മഹത്തരമായ വേറെ എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നന്മ ചെയ്യുന്നവൻ ഒരിക്കലും അവന് ദുർഗതി ഉണ്ടാവില്ല. കൃഷ്ണനാണ് പറയുന്നത്, ജഗതീശ്വരൻ. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ്. രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനം പോലെയല്ല. പറഞ്ഞതാണ്, അച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഗീത പഠിക്കുക, ഗീതയിലെ ശ്ലോകങ്ങൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഭഗവാനിൽ ഭക്തി വളർത്തിയെടുക്കുക. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന അമ്പലത്തിൽ പോകുന്നതോ
മന്ത്രം ജപിക്കുന്നതോ ഒന്നുമല്ല. ഭഗവാനിൽ സർവാത്മന തന്നെ സമർപ്പിക്കുക, ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അദ്ദേഹം എൻ്റെ ഒപ്പമുണ്ട്. ഭാഗവതം പറയുന്നത് എന്തെന്നോ, നിങ്ങളുടെ ഒപ്പം നിങ്ങളറിയാത്ത നിങ്ങളുടെ ഒരു ആത്മമിത്രം നിഴല് പോലെ നിങ്ങളെ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഭഗവാൻ. അവിജ്ഞാത സഖ എന്നാണ് പറയുന്നത്. അവിജ്ഞാത സഖ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരനാണ്, സഖാവാണ്. ഇടതുപക്ഷക്കാരുടെ സഖാവല്ല, ശരിക്കുള്ള സഖാവ്. അവിജ്ഞാത സഖാവാണ് അദ്ദേഹം. സഖാവ് എന്നുള്ളതിന് കൂട്ടുകാരനെ അർത്ഥമുള്ളൂ. അവിടെ പാർട്ടിയും കൊടിയുടെ നിറവൊന്നും പ്രശ്നമല്ല. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ തന്നെ ഹൃദയത്തിൽ നമ്മെ നേർവഴിക്ക് നടത്തുന്ന, നമ്മുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹിതകാംക്ഷിയായ ഒരു ഭഗവാൻ ഒരു ഭഗവാനേ ഉള്ളൂ. അതാണ്, ഒരു ഭഗവാൻ ഉണ്ടെന്ന് പറയാൻ ഒന്നിൽ കൂടുതലില്ല, ഒരൊറ്റ ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാൻ സകല ജീവികളുടെയും, മനുഷ്യരുടെ മാത്രമല്ല, പക്ഷികളുടെയും മൃഗങ്ങളുടെയും, എന്തിന് വൃക്ഷലതാദികളുടെ ഉള്ളിൽ പോലും ആ ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം അദ്ദേഹം പിടികിട്ടാ പുള്ളിയാണ്. പോലീസ് സ്റ്റേഷനിലൊന്നും പരാതി കൊടുത്താൽ പോലീസുകാർ കണ്ടുപിടിച്ച് തരത്തില്ല. അദ്ദേഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒളിച്ചു താമസിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ സഖാവിനെ അറിയാത്തത്. അവിജ്ഞാത സഖ, ഭാഗവതത്തിൻ്റെ വാക്കാണത്. അവിജ്ഞാത സഖ, അറിയപ്പെടാത്ത കൂട്ടുകാരൻ. അപ്പോൾ ആ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവണം. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. അങ്ങനെയുള്ളവരുടെ കാര്യം മാത്രമേ അദ്ദേഹം ഏറ്റെടുക്കൂ. അദ്ദേഹത്തെ ശരണം പ്രാപിക്കാത്തവരുടെ കാര്യം അദ്ദേഹം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ന്യായവുമല്ല, അതിൽ ധാർമ്മികതയില്ല. സർവേശ്വരനാണ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ സർവേശ്വരനെ അല്ലാതെ സാധാരണ മനുഷ്യരെ ശരണം പ്രാപിച്ചിട്ട് എന്ത് കാര്യം? അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കാൻ കഴിവുള്ള ആ ജഗദീശ്വരനെ ശരണം പ്രാപിക്കാതെ രാഷ്ട്രീയക്കാരെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ശരണം പ്രാപിച്ചിട്ട് എന്ത് കിട്ടാൻ? അവരുടെ കാര്യം പോലും അവർക്ക് നോക്കാൻ വയ്യ. അവരാണോ നമ്മുടെ കാര്യം നോക്കുന്നത്? അവർ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മൾ അവരെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ആര് രക്ഷിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യ എന്നെ രക്ഷിക്കും, ഞാൻ ഭാര്യയാണ് ആശ്രയിക്കുന്നത് എന്ന് ഭർത്താവ് പറയുന്നു. ഭാര്യ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇപ്പം ആരെയാണ് ആശ്രയിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഓരോ സങ്കല്പം, നമ്മുടെ ഓരോ ആശയങ്ങൾ മാത്രമാണ്. നമുക്കങ്ങനെ തോന്നുന്നു നമ്മുടെ കാര്യം നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളത്. എല്ലാവരെയും നോക്കുന്നത് ഭഗവാനാണ്. ഈശ്വരനാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത്. സകല ജീവികളുടെയും വിശപ്പ് മാറ്റാൻ അന്നം അതാത് ജീവിയുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് ഈ ഈശ്വരനാണ്. താൻ സൃഷ്ടിച്ച ജീവികൾക്ക് അന്നം, ഭക്ഷണ സാധനം എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ജോലി ചെയ്യുന്നവർ ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നില്ലേ വീടുകളിൽ? ഇതുപോലെ ഒരു വണ്ടിയും വാഹനവും ഒന്നുമില്ലാതെ അതാത് ജീവിക്ക് വേണ്ട കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ കൂരിരുട്ടിൽ ഗുഹയുടെ ഉള്ളിൽ കഴിയുന്ന തവളയ്ക്ക് പോലും അതിന് തിന്നാൻ പറ്റിയ ആഹാരം എത്തിച്ചു കൊടുത്ത് ആ ജീവിയെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ഈ ഈശ്വരൻ. അദ്ദേഹത്തിന് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് അവതരിക്കുന്നതല്ല, താൻ സൃഷ്ടിച്ച ജീവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏതൊരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ധർമ്മം. അദ്ദേഹം ഈ ലോകത്തിൻ്റെ തന്നെ മാതാവും പിതാവുമാണ്. 2 in 1 ആണ്. നമുക്കൊക്കെ അച്ഛൻ വേറെ അമ്മ വേറെ, 2 പ്രത്യേകം വ്യക്തികളുണ്ട്. അദ്ദേഹം ഒരേ സമയത്ത് അമ്മയപ്പനാണ്. തമിഴിലൊരു വാക്കുണ്ട്, അമ്മയപ്പൻ. അമ്മയപ്പൻ, അമ്മയുമാണ് അപ്പനുമാണ് ഒരേ സമയത്ത്. ജഗത്തിനെ സൃഷ്ടിച്ചതായതുകൊണ്ട് ഭക്ഷണം നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്.
അദ്ദേഹം ഭക്ഷണം തന്നില്ലെങ്കിൽ നമുക്കതൊരു അവകാശമായി ചോദിക്കാം. ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അത് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞ് കരയും. ആ കരച്ചിൽ കേട്ടിട്ട് അമ്മ ഭക്ഷണം എത്തിക്കും. അത് പാചകം ചെയ്ത ഭക്ഷണമോ അല്ലെങ്കിൽ മുലപ്പാലോ എന്തോ, ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാനുള്ള എന്തെങ്കിലും ആ മാതാവ് കൊണ്ടെത്തിച്ചിരിക്കും. ഇതുപോലെയാണ് ജഗദീശ്വരൻ. ആ ജഗദീശ്വരനിൽ അചഞ്ചലമായ വിശ്വാസം വേണം. ദൈവത്തെ കുറ്റം പറയുന്നവരാണ് ഈ നാട്ടിൽ കൂടുതൽ. അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കുമ്പോൾ ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ കൊണ്ടിടും, വഴിപാട് നടത്തും, പൂജ ഇതെല്ലാം നടത്തും. എന്തെങ്കിലും ഒന്ന് പ്രതികൂലമായി കഴിഞ്ഞാൽ ആ ദൈവത്തെ തന്നെ കുറ്റം പറയും, ദുഷിക്കും. ഇതെന്ത് ഭക്തിയാണിത്? പരംപാരമുപാഗത്യ പരാം വിശ്രാന്തിമേതി സഹ. പരമമായ വിശ്രമത്തെ പ്രാപിക്കുന്നു ഒരു ജ്ഞാനി. സംസാര സാഗരത്തിൻ്റെ അക്കരയിൽ ചെന്നെത്തിയിട്ട് ഹസൻ സശാന്തയാ വൃത്യ പ്രാക്തനീർജാഗതീർഗതീഹി സ്മയമാന ഇവാസ്തേന്ദർജനതാശ്ച ഘനഭ്രമാഹ. ഹസൻ സശാന്തയാ വൃത്യ. ഈ അജ്ഞാനികളുടെ ഓരോ ചെയ്തികൾ കണ്ടിട്ട് ജ്ഞാനികൾ സദാ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കും. പുറമേ ചിരിച്ചാലല്ലേ നമുക്ക് ദേഷ്യം വരൂ. താൻ എന്താ ഒരുമാതിരി ആക്കുകയാണോ? എന്താ ഒരു പരിഹാസം? എന്താ എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നത്? ഞാൻ ചെയ്യുന്നതൊക്കെ എന്താ മണ്ടത്തരമാണെന്ന് തനിക്ക് വിചാരമുണ്ടോ? പുറത്ത് ചിരിക്കുന്നില്ല, പക്ഷേ ഈ മണ്ടന്മാരുടെ പ്രവൃത്തികൾ നോക്കി ജ്ഞാനികൾ എപ്പോഴും ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കും. ഹസൻ സശാന്തയാ വൃത്യ. പരമശാന്തമായ വൃത്തിയോടുകൂടി, മനസ്സിൽ അല്പം പോലും ക്ഷോഭമില്ലാതെ അവിവേകികളുടെ കർമ്മങ്ങളെ നോക്കി ജ്ഞാനി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കഴിയും. മറ്റുള്ളവരുടെ പ്രവൃത്തി മാത്രമല്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നേരത്തെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളെയും ഓർത്ത് അദ്ദേഹം ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. പ്രാക്തനീർ ജാഗതീർ ഗതി. താൻ തൻ്റെ ഭൂതകാലത്തിൽ, തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്തത് ഈ സത്യം അറിയാതെ. തമിഴിൽ ഒരു സിദ്ധൻ പറയുന്ന ഒരു പാട്ടുണ്ട്. പണ്ട് ഞാൻ പരിത്തരിന്ത പന്മലർകളത്തിനെ പാഴിലെ ജപിത്ത് വിട്ട മന്ദിരങ്ങളത്തിനെ മിണ്ടനായി തിരിന്തപോതിറൈത്ത നീർകളത്തിനെ. ഞാൻ ഈ ഈശ്വര തത്വത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ എത്ര പൂക്കളാണ് വാരി ആ ബിംബത്തിന് നേരെ എറിഞ്ഞത്. പൂജ ചെയ്തു എന്നല്ല പറയുന്നത്, ആ ബിംബത്തിൽ എൻ്റെ മനസ്സ് വേറെന്തിനെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പൂവെടുത്ത് ഇങ്ങനെ ആ ദൈവത്തിൻ്റെ പടത്തിൻ്റെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെയോ മുമ്പിൽ ഈ പൂക്കൾ ഇങ്ങനെ വാരി എറിയുകയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ പൂജ ചെയ്തു എന്നാണ്. എത്ര വിഡ്ഢിയായിരുന്നു ഞാൻ! അങ്ങനെ ഞാൻ എത്ര പൂക്കൾ വാരി എറിഞ്ഞു ബിംബത്തിന് നേരെ. അതൊക്കെ വാടിപ്പോയി. ആ പൂക്കളൊന്നും ഈശ്വരൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ മനസ്സിലെ ഉദാത്തമായ ആ ഭക്തിഭാവം കൊണ്ട് ഉണ്ടാകുന്ന ചിന്തകൾ, അതാണ് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾ. ആ പൂക്കൾ കൊണ്ട് അർച്ചിക്കാൻ തുടങ്ങിയത് വളരെ വൈകിയാണ്. ആദ്യം എനിക്ക് പുറമേയുള്ള പൂജയിലായിരുന്നു താത്പര്യം. പാഴിലെ ജപിത്ത് വിട്ട മന്ദിരങ്ങളത്തിനെ ഒരു പ്രയോജനവുമില്ലാതെ, അർത്ഥം പോലും മനസ്സിലാക്കാതെ ഞാൻ എത്ര കാലം മന്ത്രജപം ചെയ്തു. ഞാൻ എന്താണ് ജപിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ പിറുപിറുപിറുപിറുപിറുപിറാന്ന് എന്തൊക്കെയോ ഞാൻ പിറുപിറുത്തു. അതുകൊണ്ടൊന്നും ഈ ഈശ്വരനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതെല്ലാം വേസ്റ്റ്, ഒന്നും പ്രയോജനമില്ല. ഞാനെന്തോ മഹാകാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ എനിക്ക് വിചാരമുണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അങ്ങനെ കരുതി. എൻ്റെ പൂജയിലൂടെ, എൻ്റെ മന്ത്രജപത്തിലൂടെ ഈ ഭഗവാനെ ഞാൻ ഇപ്പം പിടിച്ചെടുത്ത് കളയും. അതൊക്കെ എൻ്റെ അജ്ഞാനമായിരുന്നു, എൻ്റെ അവിവേകം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. വാഴിലെ ജപിത്ത് വിട്ട മന്ദിരങ്ങളത്തിനെ മിണ്ടനായി തിരിந்த പോതിറൈത്ത നീർകളത്തിനെ. ഇനി കാര്യം മനസ്സിലാക്കാതെ ഈ വിഗ്രഹത്തിൻ്റെ പുറത്തൂടെ
എത്ര വെള്ളം കോരി ഒഴിച്ചു അഭിഷേകം എന്ന പേരിൽ. വെള്ളം കൊണ്ടാണല്ലോ അഭിഷേകം ചെയ്യുന്നത്. പാല്, തേന് തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ടും അഭിഷേകം ചെയ്യാം, ഭസ്മം കൊണ്ടും അഭിഷേകം ചെയ്യാം. ഇപ്പോൾ നീര്, വെള്ളം എത്ര കോരി ഒഴിച്ചു എൻ്റെ ആ ഭഗവാന്റെ വിഗ്രഹത്തിന് നേരെ, അത് വല്ലതും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാവുമോ? സ്വീകരിച്ചിരിക്കാൻ വഴിയില്ല. ആ പൂജയൊക്കെ ക്രമേണ എൻ്റെ മനസ്സിനെ പവിത്രമാക്കി തീർത്ത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ടുള്ള അർച്ചന, മനസ്സുകൊണ്ടുള്ള അഭിഷേകം, ഉള്ളിൽ തന്നെയുള്ള പൂജ, അത് അദ്ദേഹത്തിന് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എനിക്ക് ദർശനം നൽകിയത്. മാനസിക പൂജ, ശിവമാനസ പൂജ എന്ന് ശങ്കരാചാര്യർ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഭഗവാനെ എങ്ങനെയാണ് മാനസികമായി പൂജിക്കേണ്ടത്. നയാ പൈസയുടെ ചിലവില്ല കേട്ടോ. കടയിൽ നിന്ന് പൂ വാങ്ങണ്ട, ചന്ദനം വേണ്ട, സാമ്പ്രാണിത്തിരി വേണ്ട, പൂജാപാത്രങ്ങൾ വേണ്ട, വിഗ്രഹമോ പടമോ ഒന്നും വേണ്ട. പക്ഷേ അതിഗംഭീരമായ പൂജ ഉള്ളിൽ നടത്താൻ പറ്റും. അതാണ് ഉള്ളിലിരിക്കുന്ന ഭഗവാന് കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മൾ ഈ പൂജ എവിടുന്നെങ്കിലും ആരംഭിക്കണമല്ലോ. ആദ്യം പുറത്തൊരു ബിംബമോ പടമോ വെച്ച് കടയിൽ നിന്ന് പൂക്കളോ തുളസി ദളങ്ങളോ വാങ്ങിച്ച് വിളക്ക് കത്തിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ച് അങ്ങനെ പൂജ ചെയ്യുന്നു. പക്ഷേ ഉള്ളിലിരിക്കുന്ന ഭഗവാന് ഇഷ്ടപ്പെട്ട പൂജ, ഈശന് കുഹന്ത പൂജ എന്ന പൂജ ചൊല്ലുമേ. ഈശൻ ഇഷ്ടപ്പെടുന്ന, ഭഗവാൻ ഇഷ്ടപ്പെട്ട പൂജ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ജ്ഞാനികളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പൂജകൾ നിങ്ങൾ ചെയ്യുന്നു. ഈ പൂജ ഭഗവാന് ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പൂജയാണോ ഞാൻ ചെയ്യുന്നത്? അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ, ഇതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടോളണം എന്നാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. ഭഗവാൻ ഇഷ്ടമുള്ള പൂജ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ആ പൂജ ചെയ്യാൻ മിക്കവാറും ആളുകൾ തയ്യാറല്ല. കാരണം ഒന്നാമത് അത് ആന്തരികമാണ്. മനസ്സിന് പവിത്രതയുണ്ടെങ്കിലേ ആ പൂജ ചെയ്യാൻ പറ്റൂ. നമ്മുടെ മനസ്സ് അത്ര കണ്ട് പരിശുദ്ധമാകാത്തത് കൊണ്ട് ആ പൂജ ചെയ്യാൻ നമുക്ക് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. അതുകൊണ്ട് നമ്മെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. എപ്പോഴും അങ്ങനെയാണ്. ശാസ്ത്രങ്ങൾ മനുഷ്യരോട് മനുഷ്യ നീ ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. കാരണം അത് നമ്മെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ തന്നെ ആ നിയമങ്ങളിലൊക്കെ അല്പം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഓരോ പൂജയും മന്ത്രജപവും ഒക്കെ ആക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ അതുമാത്രം ചെയ്ത് തൃപ്തരാകുന്നു. അതിൻ്റെ മുകളിലേക്ക് ഉയരണം. പൂജ പുറത്തു നിന്ന് ആരംഭിച്ച് ഉള്ളിലേക്കാകണം. അമ്പലത്തിലേക്ക് ചെന്ന് അവിടുത്തെ ഭഗവാനെ തൊഴുത് അവസാനം പുറത്തിറങ്ങുമ്പോൾ അമ്പലം വിഴുങ്ങിയായി പുറത്തേക്ക് പോകണം. മനസ്സിലായില്ല? അമ്പലം വിഴുങ്ങി എന്നുള്ളത് മോശമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ അമ്പലം നമ്മുടെ ഉള്ളിലാകണമെന്ന്. ഈ അമ്പലത്തെ വിഴുങ്ങണം. ആ അമ്പലവും അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാനും നമ്മുടെ ഹൃദയത്തിലാകണം. ഹൃദയം അമ്പലമായി മാറണം, ക്ഷേത്രമായി മാറണം. അങ്ങനെ മാറിയ ഒരാൾക്ക് പുറമേയുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. ഹൃദയത്തിലൊരു ക്ഷേത്രം, ഒരു പാട്ടില്ലേ? ഹൃദയത്തിലൊരു ക്ഷേത്രം, ഗുരുദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലെ ഒളിതൂകും ക്ഷേത്രം, ഹൃദയത്തിൽ ഒരു ക്ഷേത്രം. ആ സിനിമയുടെ പേര് അത് തന്നെയാണ്, ഹൃദയം ഒരു ക്ഷേത്രം. അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ തുടങ്ങണം. തുടങ്ങി അവിടെ തന്നെ നിന്ന് പോകരുത്. അതിനേക്കാളും ഉയർന്ന തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ പതുക്കെ പതുക്കെ ഓരോ പടിയായി നമ്മൾ കയറി അവസാനം ആ പടിക്കെട്ട് അവസാനിക്കുന്ന ആ ഉന്നതമായ മോക്ഷസ്ഥിതിയിൽ എത്തിച്ചേരണം.
ഇപ്പം ഇവിടെ എന്താ പറയുന്നത്? ഹസൻസ ശാന്തയാ വൃത്യാ പ്രാക്തനീർ ജാഗതീർ ഗതീഹി. അജ്ഞാനത്തിൽ കിടന്ന് ഉഴലുകയാണ് ഈ ലോകം. ഈ ലോകർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതൊക്കെ കണ്ട് അദ്ദേഹം ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കഴിയുന്നു. സ്മയമാന ഇവാസ്തേന്തഃ. ഉള്ളിൽ അദ്ദേഹത്തിന് ഒരാശ്ചര്യവുമുണ്ട്. കാരണം ഈ മായ എന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു. ഈ മായയുടെ പിടിയിൽപ്പെട്ട് ഞാൻ വല്ലാതെ വലഞ്ഞല്ലോ പല ജന്മങ്ങൾ. ഇപ്പോഴിതാ മായയുടെ പിടിയിൽ നിന്ന് ഞാൻ മോചിതനായിരിക്കുന്നു. ആ പഴയ കാലമൊക്കെ ഓർത്ത്, മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുമ്പോൾ താൻ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾ ഓർത്ത് അദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നും ഉള്ളിൽ. സ്മയമാന ഇവാസ്തെ. ആശ്ചര്യപ്പെടുന്നവനെ പോലെ അദ്ദേഹം കഴിയുന്നു. വാസ്തവത്തിൽ ആശ്ചര്യമൊന്നുമില്ല. തൻ്റെ അവിവേകം കൊണ്ട് തനിക്ക് അബദ്ധം പറ്റി, അതിൻ്റെ ഫലമായിട്ടാണ് താൻ ദുഃഖിച്ചത്. എന്നാൽ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഒരല്പം ആശ്ചര്യം ഇല്ലാതില്ല. ജനതാശ്ച ഘനഭ്രമാഹ. ഈ ജനങ്ങൾ അജ്ഞാനത്തിൽ മുങ്ങിക്കുളിച്ച് കഴിയുന്നവരാണ്. അടിമുടി മുങ്ങിക്കുളിച്ച് കിടക്കുന്നവരാണ് അജ്ഞാനത്തിൽ. അപ്പം അവരുടെ ചെയ്തികൾ ഇദ്ദേഹം കണ്ട് അവരെ എല്ലാം നന്നാക്കാൻ അദ്ദേഹം ശ്രമിക്കാറില്ല. കാരണം ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ എത്ര പേര് കേൾക്കാൻ തയ്യാറാകും, എത്ര പേർ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ പിന്തുടരും. കാരണം അജ്ഞാനത്തിൻ്റെ സ്വാധീനം അത്ര കണ്ട് വലുതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും നന്നാക്കാൻ ഇദ്ദേഹം ശ്രമിക്കാറില്ല. താത്പര്യമുള്ളവർ, ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധയും ഭക്തിയുമൊക്കെ ഉള്ളവരോട് അദ്ദേഹം ഈ സത്യസാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളെ വിവരിച്ച് കേൾപ്പിക്കും. ഏതാ കാന്താര നിർമ്മഗ്ന മിതാ സംസാരദൃഷ്ടയഃ അസത്യോ ഹൃതവത്യോ മാമിത്യന്തർയാതി വിസ്മയം. ഏതാഹ കാന്താര നിർമ്മഗ്നമിതാഹ സംസാരദൃഷ്ടയഃ. ഈ പ്രപഞ്ചം, പ്രപഞ്ചഗതി, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇത് മനുഷ്യരുടെ ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കുന്നതാണ്. പ്രപഞ്ച സംഭവങ്ങളിൽ മനുഷ്യർ ഭ്രമിച്ചു പോകുന്നു. കാന്താരെ, കാന്താരം എന്ന് പറഞ്ഞാൽ വനം എന്നാണ് അർത്ഥം. വനത്തിൽ മാർഗഭ്രംശേന നിർമ്മഗ്നഃ യോന്ധ. വനത്തിൽ കടന്ന ഒരാൾ പുറത്തേക്ക് കടക്കാൻ വയ്യാതെ വഴിതെറ്റി ആ വനത്തിനകത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നത് പോലെ, അതുപോലെയാണ് മനുഷ്യരുടെ ജീവിതം. ഈ സംസാരത്തിൽ വന്നു പെട്ടു. പക്ഷെ എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടത് എന്നുള്ളതറിയില്ല. ചില വലിയ കോട്ടകളിൽ ഒക്കെ കയറിയല്ലേ, കോട്ടയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ധാരാളം വഴികളുണ്ടാവും. കൃത്യമായിട്ട് ആ പുറത്തേക്കുള്ള മാർഗം നമുക്കറിഞ്ഞൂടെങ്കിൽ അതിനകത്ത് തന്നെ കിടന്ന് കറങ്ങേണ്ടി വരും. അതുപോലെയാണ് ഈ സംസാരം. ഇങ്ങനെ കാട്ടിൽ വഴിതെറ്റിപ്പോയി വഴിയറിയാതെ അതിനിടയ്ക്ക് ഇരുട്ടിത്തുടങ്ങി, രാത്രിയായി. ഈ രാത്രിയിൽ എവിടെ ശരിക്കുള്ള വഴി കണ്ടുപിടിക്കാൻ? അതുപോലെയാണ് മനുഷ്യർ, അന്ധരെ പോലെ കഴിയുന്നു. തേന മിതാഹ ഉപമിതാഹ. അന്ധന്മാരെ പോലെ മനുഷ്യർ സത്യമറിയാതെ എന്തൊക്കെയോ ഇരുട്ടിൽ കാട്ടിക്കൂട്ടുന്നു. അതാണ് അജ്ഞാനികളുടെ പ്രവൃത്തികൾ. ഹൃതവത്യഃ മോഹിതവത്യഃ. ഈ സംസാര ദൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ സംസാരത്തിലുള്ള സംഭവങ്ങൾ, അവ നമ്മുടെ വിവേകത്തെ അപഹരിക്കുന്നു. വിവേകമുണ്ടെങ്കിൽ അതിനെ പ്രയോഗിക്കാൻ പറ്റാതാക്കി തീർക്കുന്നു. ഇതാണ് മായയുടെ ജോലി. നമുക്കൊക്കെ വിവേകമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസവുമുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ ആശാപാശങ്ങളിൽ പെട്ടുപോകുന്നു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിവേകമുണ്ടെങ്കിലും അതിനെ പ്രയോഗിക്കാൻ പറ്റുന്നില്ല. മായയുടെ സ്വാധീനം അത്ര കണ്ട് വലുതാണ്. അസത്യഃ. ഇത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. മാമിത്യന്തർയാതി വിസ്മയം.
ഇവ എന്നെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ട് കഴിഞ്ഞല്ലോ, ഭ്രമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞല്ലോ, ഞാൻ ഇവയുടെ പിടിയിൽപ്പെട്ട് ഉഴലുകയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് അദ്ദേഹത്തിന് പലപ്പോഴും ഉള്ളിൽ ആശ്ചര്യം തോന്നാറുണ്ട്. ആർക്ക്? ജ്ഞാനിക്ക്. ദൃഷ്ട്യാഷ്ടഗുണമൈശ്വര്യമനിഷ്ടം മേ തൃണായതേ ഇത്യുപൈത്യുപശാന്തത്വാത് സ്മയമാനോപി ന സ്മയം. ദൃഷ്ട്യാ അഷ്ടഗുണമൈശ്വര്യമനിഷ്ടം മേ തൃണായതേ. അഷ്ടൈശ്വര്യങ്ങൾ അല്ലെങ്കിൽ അഷ്ടമഹാസിദ്ധികൾ, അത് എനിക്ക് അല്പം പോലും ആകർഷണം ജനിപ്പിക്കുന്നില്ല. അത് വേണമെന്ന് എൻ്റെ മനസ്സിൽ നേരിയ ഒരാഗ്രഹം പോലും ഉണ്ടാവുന്നില്ല. അതൊക്കെ എൻ്റെ വീക്ഷണത്തിൽ തൃണസമാനങ്ങളാണ്. ഒരു പുല്ലിന് കൽപ്പിക്കുന്ന വില പോലും ഞാൻ ഈ സിദ്ധികൾക്കും ഐശ്വര്യങ്ങൾക്കും കൽപ്പിക്കുന്നില്ല. ഇത്യുപൈത്യുപശാന്തത്വാത്. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഒന്നും വേണ്ടാത്തവനായി, ഒന്നിലും മനസ്സ് പറ്റാത്തവനായി മനസ്സ് എൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. അത് ബാഹ്യ വിഷയങ്ങളെ അഭിലഷിക്കുന്നില്ല, അത് ഉള്ളിൽ തന്നെ ഒടുങ്ങിയിരിക്കുന്നു. സ്മയമാനോപി ന സ്മയം. ഏവം ജ്ഞാത്വ. ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം പിടികിട്ടിയതുകൊണ്ട് സ്മയമാനഹ ഈഷദ്ധസന്നപി. ഉള്ളിൽ എനിക്ക് തന്നെ പറ്റിയ മണ്ടത്തരം ഓർത്ത് ഞാൻ ചിലപ്പോഴൊക്കെ അല്പം ചിരിക്കാറുണ്ട്. അങ്ങനെ ചിരിക്കുന്നവനാണെങ്കിലും സ്മയം ഗർവം ന ഉപൈതി. ഇപ്പോൾ ഇതാ ഞാൻ ജ്ഞാനിയായിരിക്കുന്നു, ഞാൻ സത്യം കണ്ടിരിക്കുന്നു എന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. പണ്ട് ഞാൻ മണ്ടനായിരുന്നു, അതിനെ ഓർത്ത് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉള്ളിൽ ചിരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ജ്ഞാനിയായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം പോലും ഗർവമില്ല. സ്മയം എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. ഒന്ന് ചിരി, പരിഹാസം എന്നുള്ള അർത്ഥമുണ്ട്. സ്മയം എന്നുള്ളതിന് അഹങ്കാരം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സ്മയം ഉണ്ടെങ്കിലും സ്മയമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാൻ തന്നെ ചെയ്തു കൂട്ടിയ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളെ, അബദ്ധങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കുമെങ്കിലും ഞാനിപ്പോൾ ജ്ഞാനം നേടി ജ്ഞാനിയായി എന്നുള്ള അഹങ്കാരം എൻ്റെ ഉള്ളിൽ അശേഷമില്ല.